സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋഷി മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള എല്ലാ സത്യങ്ങളും അരുന്ധതിയും ഇസബല്ലയും ചേർന്ന് ചന്ദ്രോത്ത് പോയി പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും പറയുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നന്ദനെ ആരോ തട്ടിക്കൊണ്ടുപോയി, അതുപോലെ തന്നെ ഋഷിയാണെങ്കിൽ കാണാനില്ല. ഋഷിയെ ഇസബല്ലയും കെവിനോ തട്ടിക്കൊണ്ടു പോയെന്നും പറഞ്ഞ് അരുന്ധതിയാണെങ്കിൽ ഇസബല്ലേനെയും കെവിനെയും വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് എൻ്റെ മോനെ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം ഇസബല്ല കെവിന് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല മേഡം, അവൻ ദുബായിക്ക് പോയില്ലേന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി ആണെങ്കിൽ വേഗം തന്നെ ഒരു തോക്കെടുത്ത് ഇസബല്ലയുടെ നെറ്റിയിൽ മുട്ടിച്ചു വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മറ്റൊരു മുഖമുണ്ടെന്ന്, എൻ്റെ മകനെ കിട്ടിയില്ലെങ്കിൽ ഞാനിപ്പോൾ പൊട്ടിക്കൂന്ന്. ആ സമയത്ത് ഇസബല്ലയുടെ മുഖത്തൊരു വെപ്രാളമൊക്കെ കാണുന്നുണ്ട്. കെവിനാണെങ്കിൽ നല്ലോണം പേടിച്ചിട്ട് അത് മേഡം ആൻറ്റി അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് കെവിൻ വരുമ്പം കെവിൻ മാറി നിൽക്കുക, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ മകനെ കിട്ടണം, എൻ്റെ മകനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരെണ്ണവും ജീവനോടെ ഇരിക്കൂല. ആ സമയത്ത് ഇസബല്ലയുടെ മുഖത്ത് എന്തൊക്കെയോ വെപ്രാളമൊക്കെ കാണുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഋഷീനെ മിക്കവാറും തട്ടിക്കൊണ്ട് പോയേക്കണത് ഇസബല്ല തന്നെയായിരിക്കും. എന്തായാലും ഇസബല്ല ഈ അരുന്ധതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, മേഡം പൊട്ടിക്ക് എന്നെ കൊന്നു കളഞ്ഞേരെ, ഇത്രയും നാളും ഋഷിയുടെ എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടു നിന്നതല്ലേ. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഋഷിയുടെ കാര്യത്തിന് നിങ്ങളല്ലല്ലോ കൂട്ടു നിന്നത്, നിങ്ങളുടെ കാര്യം നടത്താൻ വേണ്ടി നിങ്ങൾ ഋഷിയെ കൂട്ടുപിടിച്ചതല്ലേ, നിങ്ങൾക്ക് ചന്ദ്രോത്തുള്ളവരോട് എന്തോ വിരോധം ഉണ്ടായിരുന്നു, അത് തീർക്കാൻ വേണ്ടി ഋഷിയെ കൂട്ടു നിർത്തിയതല്ലേ എന്ന് ചോദിക്കുമ്പം ഇസബല്ല പറയുന്നുണ്ട്, അല്ല മേഡം ഞങ്ങൾ ഋഷിയെ കൂട്ടിയതല്ല, ഋഷി ഞങ്ങളെയാണ് കൂട്ടിയത്, ഋഷിക്ക് ചന്ദ്രോത്തുള്ളവരോട് പ്രതികാരം ചെയ്യണമായിരുന്നു, അവൻ്റെ ആവശ്യം ന്യായമായെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ അവൻ്റെ കൂടെ നിന്നത്, അതിന് മേഡം എന്നെ കൊല്ലുവാണെങ്കിൽ കൊന്നോന്ന് പറയണു. ആ സമയത്ത് അരുന്ധതി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തോക്ക് പിൻവലിച്ചിട്ട് നിസ്സഹായമായി അവിടെ നിന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് ഇസബല്ല വന്നിട്ട് പറയുന്നുണ്ട്, മേഡം ഞങ്ങൾക്കും വിഷമമുണ്ട് ഋഷിയെ കാണാനില്ല എന്ന് കേട്ടിട്ട്, ഞങ്ങൾ വിചാരിച്ചത് ഋഷി ദുബായിൽ എത്തിയിട്ടുണ്ടാവുന്ന, ഇനിയിപ്പം ഋഷിയെ കൊണ്ടുവന്ന് വിട്ടത് ആരാന്ന് ചോദിക്കുമ്പോൾ ഋഷിയെ കൊണ്ടുവന്ന് വിട്ടത് CP ഇനിയിപ്പോൾ CPയുടെ അറിവോടുകൂടി എങ്ങനെയെങ്കിലും മാറിയതാണോ എന്ന് ചോദിക്കുമ്പം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, അവനെനിക്ക് വാക്ക് തന്നിരുന്നത് ആ ദുബായിക്ക് പോയിക്കോളാന്ന്, അതുമാത്രമല്ല 2 ആഴ്ച കഴിഞ്ഞാൽ ഞാനും ദുബായിക്ക് ചെല്ലാമെന്ന് അവനോട് സമ്മതിച്ചായിരുന്നു, പിന്നീട് ഞങ്ങളുടെ ജീവിതം ദുബായി തന്നെ ആയിക്കോട്ടെ എന്നായിരുന്നു എൻ്റെ തീരുമാനം, ഇപ്പം എന്തായാലും എൻ്റെ മകനെ കാണുന്നില്ല, അതുമാത്രമല്ല നന്ദനെയും കാണുന്നില്ല, പിന്നെ ദേവിക പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നണേ, ഇനിയിപ്പോൾ നന്ദനെങ്ങാനും ഋഷിയെ തട്ടിക്കൊണ്ട് പോയതാണോ. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, അതിനൊന്നും സാധ്യതയില്ല മേഡം, നന്ദന് അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല, നന്ദൻ വെറും ശുദ്ധന, അവനങ്ങനെ ചിന്തിക്കുകയൊന്നുമില്ല. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരെയും പല രീതിയിലുള്ളതാക്കണത്, എന്തായാലും നന്ദൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ നന്ദന് മാറ്റം സംഭവിച്ചു കാണുന്നു. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, മേഡം ഞങ്ങളെ ഒന്ന് വിശ്വസിക്കുക, ഞങ്ങൾ എന്തായാലും ഋഷിയെ എങ്ങും മാറ്റിയിട്ടൊന്നുമില്ല, ഋഷി എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, അതിന് മേഡം ഞങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കണം. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് സത്യങ്ങളെല്ലാം നമ്മൾ തുറന്ന് പറയണേയിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് നന്ദൻ്റെയും ഋഷിയുടെയും ജീവനെ ബാധിക്കും, ഇനിയിപ്പോൾ നന്ദനെ വേറെ ആരെങ്കിലും ആയിരിക്കും അത് കടത്തിക്കൊണ്ട് പോയേക്കണേന്ന് ചോദിക്കുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, ഇനിയിപ്പോൾ നന്ദനെയും ഋഷിനെയും ഒരേ ആളുകളാണോ കടത്തിക്കൊണ്ട് പോയതെന്നും അറിയില്ലല്ലോ, നമ്മളെ കൂടാതെ മൂന്നാമതൊരു ശത്രു കൂടി നമ്മുടെ ഇടയിലുണ്ടെന്നാ തോന്നണേന്ന്. എന്തായാലും മേഡം ധൈര്യമായിട്ടിരിക്കുക, മേഡത്തിൻ്റെ കൂടെ ഞങ്ങൾ 2 പേരും ഉണ്ടാവും, എത്രയും പെട്ടെന്ന് നമുക്ക് ഋഷിയെ കണ്ടെത്താം, അതോടൊപ്പം തന്നെ നന്ദനെയും കണ്ടെത്താമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ മുരളിയോട് പറയുന്നുണ്ട്, മുരളിയേട്ടനക്ക് നന്ദുവിനോടുള്ള സ്നേഹമൊക്കെ എനിക്കറിയാം, പക്ഷേ മുരളിയേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നന്ദുവിൻ്റെ ഭാര്യ, എനിക്ക് എത്ര വിഷമം ഉണ്ടാവുമെന്ന് മുരളിയേട്ടനെ അറിയില്ലേ, എന്തായാലും എടുത്തു ചാടി മുരളിയേട്ടൻ ഒരു തീരുമാനം എടുക്കരുതെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അത് ദേവിക നേരത്തെ പറഞ്ഞല്ലോ ഞാൻ നിൻ്റെ ഡ്രൈവറാണ്, അപ്പം ഞാൻ എൻ്റെതായ കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ, ഇനിയിപ്പോൾ MLAയുടെ പേഴ്സണൽ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടണില്ല, പക്ഷേ ഞാൻ ദേവികയോട് ഒരു കാര്യം പറയാം, ദേവിക ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് തൊട്ടേ നന്ദനും ഞാനും ഭയങ്കര സുഹൃത്തുക്കളാണ്, അതുമാത്രമല്ല നന്ദനെ ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പായിട്ടാണ് കണ്ടേക്കണേ, അതുകൊണ്ട് നന്ദൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് ദേവിക എന്നോട് പറയണ്ടാന്ന്. ആ സമയം ദേവിക പറയുന്നുണ്ട്, മുരളിയേട്ടൻ എന്താ ഞാൻ പറയണത് മനസ്സിലാവാത്ത, എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നന്ദൻ്റെ ജീവിതത്തെ ബാധിക്കും, അതുകൊണ്ട് ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ടെന്ന്. അന്നേരം മുരളി പറയുന്നുണ്ട്, അപ്പോൾ ദേവികയ്ക്ക് അറിയോ നന്ദനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ അറിയാനാ മുരളിയേട്ടാ, ഞാൻ വീട്ടിലല്ലായിരുന്നോ, ആ സമയത്തല്ലേ എസ്തപ്പാൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, പിന്നെ എന്നെ കുറ്റപ്പെടുത്തണേ എന്തിനാ, ഇതിപ്പോൾ കുറേ ദിവസങ്ങളായി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവാനോ, അത് നിങ്ങളല്ലേ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്, നന്ദൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കിയാലും കുഴപ്പമില്ലായിരുന്നു,
നന്ദൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നോർത്ത് സമാധാനിക്കായിരുന്നു. ജയിലിലാണെങ്കിലും നന്ദനെ ഇടയ്ക്ക് പോയി കാണുകയും ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ അതൊന്നും അല്ലല്ലോ, നിങ്ങളും ഹരിസാറും എല്ലാം കൂടി ചേർന്ന് എല്ലാം കുഴപ്പമാക്കിയിരുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം നന്ദുവിന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് മുരളിയേട്ടന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ, മനഃപൂർവ്വമാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഇപ്പോൾ എല്ലാം ചെയ്തിരിക്കുന്നത് നന്ദുവിന് എതിരായിട്ടല്ലേ. ഇനിയിപ്പോൾ നന്ദുവിനെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും, എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കുകയെന്ന് പറഞ്ഞിട്ട് ദേവികയ്ക്ക് അതും പറ്റില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അത് നമ്മൾ എങ്ങനെ പോലീസിൽ അറിയിക്കും മുരളിയേട്ടാ, നേരത്തെ തന്നെ നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ നന്ദുവിനെ കാണാനില്ല എന്നും പറഞ്ഞ്. അതിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടെ നമ്മൾ തന്നെ എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിൽ നന്ദുവിനെ മാറ്റി താമസിപ്പിച്ചേക്കുമായിരുന്നു എന്നും അവിടുന്ന് ആരോ വന്ന് കടത്തിക്കൊണ്ട് പോയി എന്നും പറഞ്ഞ് എങ്ങനെ നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാൻ അതിനെക്കുറിച്ച് എന്തായാലും ചിന്തിച്ചില്ല. നമുക്കിപ്പോൾ എന്തായാലും നേരെ വീട്ടിലോട്ട് പോകാം, വീട്ടിൽ ചെന്ന് സിദ്ധാർത്ഥനാങ്കളും പ്രഭയാൻ്റിയൊക്കെ ആയിട്ട് ആലോചിച്ച് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നും പറഞ്ഞ് മുരളി കാറ് നേരെ ചന്ദ്രോത്തേക്ക് വിടുന്നുണ്ട്. സമയം നമ്മളുടെ രജനിയാണെങ്കിൽ ഗിരീഷിനോട് പറയുന്നുണ്ട്, ഗിരി നന്ദനെ എന്നാ കൊണ്ടുവരണേന്ന് ചോദിക്കുമ്പം ഗിരി പറയുന്നുണ്ട്, 1-2 ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞതെന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒന്ന് അമ്മയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണെടുത്ത് പ്രഭാവതിയെ വിളിച്ചതും പ്രഭാവതി ഫോണെടുത്തിട്ട് കരയുന്നുണ്ട്. ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അമ്മ എന്തിനാ കരയണേന്ന് ചോദിക്കുമ്പോൾ, മോളെ നന്ദനെ കാണാനില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അമ്മ ഇത് എന്തൊക്കെയാണ് പറയണത്, കഴിഞ്ഞ ദിവസമല്ലേ അമ്മ പറഞ്ഞത് നന്ദൻ എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിലുണ്ടെന്ന്, പിന്നെ ഇപ്പം നന്ദൻ എവിടെ പോയി എന്നാണ് പറയണേന്ന് ചോദിക്കുമ്പം, എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് കൂടി നന്ദനെ എങ്ങോട്ടോ കടത്തിക്കൊണ്ട് പോയി. അപ്പോൾ എസ്തപ്പാൻ ചേട്ടൻ അവിടെ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം, എസ്തപ്പാനെ തല്ലി ബോധം കെടുത്തിയിട്ടിട്ടാണ് അവർ നന്ദനെ കൊണ്ടുപോയേ, നന്ദനെ ആരോ കൊണ്ടുപോയെന്നൊന്നും അറിയില്ല മോളെ, ഇനി എൻ്റെ മോനെ എനിക്ക് ജീവനോട് കിട്ടുമെന്നും അറിയില്ല എന്നും പറഞ്ഞ് ഈ പ്രഭാവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അമ്മ ഫോൺ വയ്ക്കുക, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട്, ഗിരി അറിഞ്ഞില്ലായിരുന്നോ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പം, എന്ത് കാര്യങ്ങളാണ് രജനി എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് നന്ദനെ കാണാനില്ല എന്ന്. അന്നേരം ഗിരീഷ് ചോദിക്കുന്നുണ്ട്, നന്ദനെ കാണാനില്ലാന്നോ, നന്ദനിപ്പോൾ എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിലുണ്ടല്ലോ, നിന്നോട് ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മയെ പറഞ്ഞത് നന്ദനെ ഏതോ ഗുണ്ടകൾ വന്ന് എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയിന്ന്. അന്നേരം ഗിരീഷൻ പറയുന്നുണ്ട്, ഇത് എന്തൊക്കെയാണ് രജനി നീ പറയണേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ, ഞാൻ എന്തായാലും ദേവികയെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ എന്ന് പറയണം. അന്നേരം രജനി പറയുന്നുണ്ട്, ഇപ്പോൾ ഗിരി ദേവികയ്ക്ക് വിളിക്കാനൊന്നും പോകണ്ട, എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോവുക, ഗിരി എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു. അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഗിരീഷിനാണെങ്കിൽ ഇതെന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലായിട്ടില്ല. പിന്നീട് അവർ നേരെ ചന്ദ്രോത്ത് എന്ന് കയറിയതും പ്രഭാവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വന്ന് രജനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് രജനി ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്താ അമ്മേ നന്ദന് സംഭവിച്ചത്, അപ്പം നന്ദൻ എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിൽ സുഖമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും അറിയില്ല മോളേന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രഭാവതി കിടന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് ഗിരീഷ് എന്നിട്ട് പറയുന്നുണ്ട്, മേഡം ഇങ്ങനെ കരയല്ലേ, നന്ദനെ നമുക്ക് കണ്ടുപിടിക്കാൻ സമാധാനമായിട്ടിരിക്കുന്നു. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അന്നേ ഞാൻ പറഞ്ഞതാ നന്ദനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ, അപ്പം നിങ്ങളെല്ലാവരും ചേർന്നല്ലേ നന്ദൻ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇപ്പം എങ്ങനെയുണ്ട് ഗിരിയും ദേവികയും അച്ഛനും എല്ലാവരും ചേർന്ന എൻ്റെ അനിയനെ ഈ അവസ്ഥ വരുത്തിയെന്ന്. ആ സമയത്ത് ഗിരീഷ് പറയുന്നുണ്ട്, രജനി നീ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് മേഡത്തിനെ കൂടുതൽ ടെൻഷനാക്കല്ലേ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, അതാ ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞതെന്ന്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പം ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. ദേവികയെ കണ്ടതും ഗിരീഷ് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവിക ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം, എനിക്കൊന്നും അറിയില്ല ഗിരീഷ് ചേട്ടാ, ഇന്നലെ രാത്രി എസ്തപ്പാൻ ചേട്ടൻ വിളിച്ച് വിവരം പറയുകയോ ചെയ്ത് നന്ദനെ കുറേ ഗുണ്ടകൾ വന്ന് എസ്തപ്പാൻ ചേട്ടനെയും തല്ലിയിട്ടിട്ട് അവിടുന്ന് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞതെന്ന്. അങ്ങനെ ദേവിക ആ ചേട്ടത്തി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗിരീഷിനോട് പറയുന്നുണ്ട്. അത് കേട്ടതും ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, അതാരായിരിക്കുമോ, ഇനിയിപ്പോൾ അരുന്ധതി മേഡത്തിൻ്റെ ആളുകളെങ്ങാനും ആകുമെന്ന് ചോദിക്കുമ്പം, ഒന്നും അറിയില്ല ഗിരീഷ് ചേട്ടാ, നമ്മൾക്ക് ഇനിയിപ്പോൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം ഗിരീഷൻ പറയുന്നുണ്ട്, അത് ശരിയാ, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മളൊരു കംപ്ലയിൻറ്റ് നന്ദനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ കൊടുത്തതല്ലേ, അതുമാത്രമല്ല നമ്മൾ തന്നെ നന്ദനെ മാറ്റി നിർത്തിയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തതാണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കംപ്ലയിൻറ്റും കൊണ്ട് ചെന്നാലും അവരന്വേഷിക്കൂലെന്ന്. പിന്നീട് രജനി അങ്ങോട്ട് വരുന്നുണ്ട്. രജനി വന്നിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അനിയനെ എവിടെയടിയെന്ന്. അന്നേരം ദേവിക പറയുന്നുണ്ട്, ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ ചോദിക്കണേ, നന്ദുവിനെ കാണാനില്ല എന്ന് ചേച്ചി അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ, ഉവ്വ നന്ദനെ കാണാനില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞു, ഇതിനു മുമ്പും നന്ദനെ കാണാനില്ല എന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും ചേർന്ന് നന്ദനെ ഇവിടുന്ന് മാറ്റിയതല്ലേ, ഇതും അതുപോലെ തന്നെയാണോ ഓടിയെന്ന് ചോദിക്കുമ്പം, ഇല്ല ചേച്ചി ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇന്നലെ ഞാനും ഗിരീഷേട്ടനും നന്ദുവിനും മരുന്നൊക്കെ കൊടുത്തിട്ട് തിരികെ വന്നതാ, അന്നേരം ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നീട് രാത്രി എപ്പോഴോ കുറേ ഗുണ്ടകൾ വന്ന് നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയത്, എന്നിട്ടത് കണ്ടുപിടിക്കാൻ പോലീസിൽ അറിയിക്കാതെ നീ എന്താടി ഇങ്ങനെ നടക്കണേ, നീ ഒരു MLA അല്ലേ, MLAയുടെ ഭർത്താവിനെ കാണാതായ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിവില്ലേ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ചേച്ചി വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, എന്തായാലും കാര്യങ്ങളെല്ലാം ഹരിയങ്കൾ നോക്കിക്കോളൂ. അന്നേരം രജനി പറയുന്നുണ്ട്, അവളുടെ ഒരു ഹരിയങ്കിൾ
നീ എപ്പോഴും ഹരിയങ്ങളുടെ കാര്യം തന്നെയാണല്ലോ പറയണത്. നീ എൻ്റെ അനിയൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി അവൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും പോയി എന്ന് പറയണം. അത് കേട്ടതും ഈ ദേവികയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടുകൂടി രജനീനെ നോക്കുന്നുണ്ട്. അന്നേരം ഗിരീഷ് പറയുന്നുണ്ട്, എന്താ രജനി നീ പറയണേ, നീ എന്തിനാ എല്ലാത്തിനും ദേവികയെ കുറ്റപ്പെടുത്തണമെന്ന് ചോദിക്കുമ്പം, അല്ലാതെ പിന്നെ ഇവള് വന്നതിന് ശേഷം എൻ്റെ അനിയന് ഒരിക്കലും സമാധാനം ഉണ്ടായിട്ടില്ല. നീ എന്തിനാടി എൻ്റെ അനിയൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കണേ, നിനക്ക് എൻ്റെ അനിയനെ വേണ്ടാന്ന് വെച്ച് പോയി കൂടേടി, അല്ലെങ്കിൽ പിന്നെ നീ എൻ്റെ അനിയനെ വേണ്ടാന്ന് പറഞ്ഞ് പോയതല്ലേ, പിന്നെ എന്തിനാ നീ തിരിച്ചു വന്നേന്നൊക്കെ ചോദിച്ച് ഈ രജനി നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഈ പ്രഭാവതി ഇത് കേട്ടിട്ട് രജനിയോട് പറയുന്നുണ്ട്, മോളെ രജനി നീ എന്തൊക്കെയാ ഈ പറയണത്, നന്ദനെ കാണാനില്ലാത്തതിന് ദേവികനെ എന്തിനാ കുറ്റം പറയണേ, ദേവിക അതിലെന്ത് തെറ്റ് ചെയ്തിട്ടാ, ദേവിക നന്ദൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ എല്ലാം ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ, അവൾ നല്ലതിന് ചെയ്തിട്ടാണല്ലോ ഇപ്പം നന്ദനെ കാണാതായേക്കണേന്നും പറഞ്ഞുകൊണ്ട് ഈ രജനിയാണെങ്കിൽ നല്ലോണം കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക രജനിന്ന്. ഈ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മുകളിലോട്ട് ഓടി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയും ഹരിയങ്കളിനെയാണ്. സിദ്ധാർത്ഥൻ ഹരിയങ്കളിനോട് ചോദിക്കുന്നുണ്ട്, ഹരിയേട്ട ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ, നന്ദന എവിടെയാണെന്ന് നമുക്കൊരു പിടിയില്ലല്ലോ എന്ന് പറയുമ്പം സിദ്ധു ഒന്ന് സമാധാനപ്പെടും, എന്തായാലും നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാവാനുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് നന്ദനെ കണ്ടുപിടിക്കാം, നീ ടെൻഷൻ ആവണ്ടാന്ന്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഇത്രയും ദിവസം നന്ദൻ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരുന്നു, പ്രഭ പറഞ്ഞതുപോലെ അന്നേ നമുക്ക് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കിയാൽ മതിയായിരുന്നു, എന്നാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുമ്പം ഈ ഹരിയങ്ങൾ പറയുന്നുണ്ട്, അതിന് നന്ദൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കേണ്ട കാര്യമുള്ളൂ, അതെല്ലാം നന്ദൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്, ഋഷി എന്തായാലും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അത് കേട്ടത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ഹരിയേട്ടന് അതെങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിക്കുമ്പം, അതൊക്കെ എനിക്ക് പൂർണ്ണമായും ബോധ്യമായിട്ടുണ്ട്, എന്തായാലും അധികം വൈകാതെ തന്നെ ഋഷീനെയും നന്ദനെയും നമ്മൾ ഒരുമിച്ച് കണ്ടെത്തുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ഇങ്ങനെ റൂമിൽ ചെന്നിരുന്നത് കരയാണ്, നന്ദു നന്ദു എവിടെയാണ് നന്ദു, നന്ദുവിനെ കാണാതില്ല എന്നും പറഞ്ഞ് രജനി ചേച്ചി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത്, ഞാൻ എന്ത് ചെയ്യാനാണ് നന്ദു എന്നും പറഞ്ഞിങ്ങനെ കരയുമ്പോൾ പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രഭാവതി വന്നിട്ട് മോളേന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ, അമ്മേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് രജനി ചേച്ചി എപ്പോഴും എന്നോട് ഇങ്ങനെ പെരുമാറണേ, എൻ്റെ അവസ്ഥ ചേച്ചിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് ചോദിക്കുമ്പം, മോളുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും, രജനിയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാന്ന് പറയുമ്പോൾ, അപ്പം എന്താ അമ്മ എനിക്ക് മാത്രമാണ് വിഷമം ഇല്ലാത്തുള്ളൂ, അമ്മയ്ക്ക് അമ്മയുടെ വിഷമം, രജനി ചേച്ചിക്ക് ചേച്ചിയുടെ വിഷമം, ഞാനും ഒരു മനുഷ്യനല്ലേ എനിക്കും വിഷമം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ മോള് സമാധാനപ്പെട്, എന്തായാലും രജനി പറഞ്ഞതിന് ഞാൻ മോളോട് മാപ്പ് പറയുക, ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ, നന്ദനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല അമ്മ, ഇത്രയും ദിവസം എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിലുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാനിരുന്നത്, ഇനിയിപ്പോൾ നന്ദനെ ആരാ കടത്തിക്കൊണ്ട് പോയെന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഇനി അരുന്ധതി എങ്ങാനും ആയിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല അമ്മേ, എന്തായാലും ഹരിയങ്കൾ അന്വേഷിക്കുന്നുണ്ട്, ഹരിയങ്കൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞേക്കണേ, നമുക്ക് അതുവരെയും വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പം അതെങ്ങനെയാണ് അമ്മ ശരിയാവണേ, ഇതിനു മുമ്പ് നന്ദനെ നമ്മൾ തന്നെ ഇവിടുന്ന് മാറ്റിയിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തതല്ലേ, ഇനി നമ്മൾ എന്ത് പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുക്കും, എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ നന്ദനെ ഒളിപ്പിച്ചേക്കുമായിരുന്നെന്നും അവിടുന്ന് ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടുപോയി എന്നും പറയാൻ പറ്റില്ലല്ലോ, നമ്മളിനി ഒരു ചൂട് വയ്ക്കുമ്പോഴും സൂക്ഷിച്ച് വേണം അമ്മേ, ഇല്ലെങ്കിൽ അത് നമുക്ക് തന്നെ പാരയായി വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞ് ബഹളമായിട്ടിരിക്കുന്ന സമയത്ത് CP വന്നിട്ട് പറയുന്നുണ്ട്, മേഡം ഇനി നമ്മൾ എന്ത് ചെയ്യും, ഋഷിമോനെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കും എന്ന് പറയുമ്പോൾ എന്തായാലും പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, നമ്മൾ എങ്ങനെ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കും, ഋഷിനെ ഇപ്പോൾ തന്നെ മരിച്ചു എന്നല്ലേ നമ്മൾ പറഞ്ഞേക്കണേ, അപ്പോൾ പിന്നെ മരിച്ചയാളെ കണ്ടെത്തണം എന്നും പറഞ്ഞ് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുമോ CP എന്ന്. ആ സമയത്ത് CP പറയുന്നുണ്ട്, ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ മേഡം, ഇനിയിപ്പോൾ ദേവിക പറഞ്ഞതുപോലെ തന്നെ ആ നന്ദനെങ്ങാനും ആയിരിക്കുമോ ഋഷിയെ തട്ടിക്കൊണ്ട് പോയേക്കണേന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ എല്ലാം മതിയാക്കാൻ, CPയോടും പറഞ്ഞതാ, അപ്പോൾ CP എല്ലാവരും ഋഷിക്ക് സപ്പോർട്ടായിട്ടാണ് നിന്നത്, ഇപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ കൈ വിട്ടു പോയില്ലേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കുരുവിളേനെയാണ്. കുരുവിളയുടെ അടുത്ത് ഇസബല്ല ചെന്നിട്ട്, പാപ്പ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, ഇനി നമ്മളൊന്നും ചെയ്യാനില്ല, ഇനി ചെയ്യാനുള്ളതൊക്കെ ആ ജഡ്ജ് ഹരികൃഷ്ണൻ ചെയ്തോളൂ, എന്തായാലും നമ്മുടെ ജീവിതം തീർന്നു, ഇനി നമ്മളുടെ ജീവിതം ജയിലിലായിരിക്കുമെന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ നന്ദനെയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോയ ആ ഗുണ്ടകൾ ഒരു കസേരയിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. നന്ദന് പനി ആയതുകൊണ്ട് തന്നെ നന്ദന ആകെ ആവശ്യതയായി ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കണേ, എന്നെ അഴിച്ചുവിട്, എനിക്ക് തീരെ വയ്യ, ഞാൻ മരുന്ന് കഴിക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ട്, എന്തായാലും നിന്നെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞ ആൾ എത്തിയിട്ടില്ല, ആ ആൾ എത്തിയതിന് ശേഷം നിന്നെ ഇവിടെ നിന്ന് അഴിച്ചുവിടാം, എന്തായാലും നിന്നെ ജീവനോടെ വിടുമെന്ന് വിചാരിച്ചൊന്നും നീ ഇരിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട്
പിടിച്ചുകൊണ്ട് ആ ഗുണ്ടകളിൽ ഒരാൾ കത്തി എടുത്തിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പം നന്ദനാണെങ്കിൽ നിങ്ങളെന്നെ കൊല്ലാൻ പോവാണെന്നും ചോദിച്ചു പേടിയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.